നമ്മൾ കാത്തിരുന്ന നമ്മുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട്. അതെ, നമ്മളെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 17th-നാണ്. 17 തൊട്ട് 21st വരെയാണ് നമ്മൾ എക്സാംസ് നടക്കാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ്. ഒരു ദിവസം നമുക്ക് 2 എക്സാംസ് വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമോ ഓണം എക്സാമോ പോലെയല്ല, മോഡൽ എക്സാമിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സോ ഇനി തലേന്ന് രാത്രി സെറ്റാക്കാം, ഒരു മാരത്തോൺ കണ്ടാൽ മതി, സൂപ്പർ 60 കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ആ പരിപാടി നടക്കില്ല. 2 മാരത്തോൺ ഒന്നും കാണാൻ വേണ്ടി നമുക്ക് പറ്റില്ല. സോ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ടൈം ടേബിൾ എന്താണെന്ന് നോക്കിയാലോ. സോ 17-ാം തീയതി മോർണിംഗ് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ് വരുന്നത്. ആൻഡ് ദെൻ ആഫ്റ്റർനൂൺ നമുക്ക് ഇംഗ്ലീഷ് എക്സാം ആണ് വരുന്നത്. ആൻഡ് 18th മോർണിംഗ് നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ആണ്. ആൻഡ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഓപ്ഷൻ പേപ്പേഴ്സ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻ പേപ്പർ അനുസരിച്ച് നിങ്ങൾക്ക് അന്ന് എക്സാം ഉണ്ടായിരിക്കും. 19-ാം തീയതി ഒരു ടാസ്ക് ആണ് നമുക്ക് ഇരിക്കുന്നത്. കാരണം ഇക്കണോമിക്സും അക്കൗണ്ടൻസിയും ഒരേ ദിവസം തന്നെയാണ്. ഇക്കണോമിക്സ് നിങ്ങൾക്ക് രാവിലെ ആയിരിക്കും, അക്കൗണ്ടൻസിയുടെ എക്സാം അന്ന് തന്നെ ഉച്ച കഴിഞ്ഞാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഈ 2 സബ്ജക്റ്റ് ഒരു ദിവസം വരുമ്പോൾ കുറച്ച് ടാസ്ക് ആവാൻ വേണ്ടി പോകുന്നത്. 19th ആണ് എക്കണോമിക്സ് അക്കൗണ്ടൻസി കൂടെ ഒരു ദിവസമാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്തോളൂ. ആൻഡ് 20th നമ്മളെ സ്വന്തം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആൻഡ് 21st മാത്സ് ആണ്. സോ ആ 2 എക്സാംസ് നമുക്ക് രാവിലെയാണ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും മാത്സ് ആയാലും രാവിലെ തന്നെയാണ്. അന്ന് വേറെ എക്സാംസ് ഒന്നും നമുക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ +1 കുട്ടികൾക്ക് വേണ്ടിയുള്ള ടൈം ടേബിൾ. ഇതിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ആയി. ഇനി ആകെ നിങ്ങൾ കൺഫേം ആക്കേണ്ട കാര്യം നിങ്ങൾ പഠിച്ചു തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സമയം കുറവാണ്, പഠിക്കാൻ ഒരുപാടുണ്ട്. എക്സാംസ് 2 സബ്ജക്റ്റ് ഒരു ദിവസം വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെച്ചോളാം. അപ്പോൾ പഠിച്ചു തുടങ്ങിക്കോളാം. നമുക്ക് ഒരുമിച്ച് ഫുൾ മാർക്ക് സെറ്റ് ആക്കാം.